ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നും ചാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് മയക്കിയെടുത്തു. അപ്പോൾ ഇന്ന് പുതിയ ചട്ടിയിൽ കറി വെക്കാൻ പോവുകയാണ്. അതേ ചാള വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടി 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പച്ചക്കറി എന്തെങ്കിലും വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കുഴിവുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാറോ മോരുകറി അങ്ങനെയൊക്കെ ഉള്ളത് വെക്കാമല്ലോ. അപ്പോൾ ഇത് എനിക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പച്ച മാങ്ങ വാങ്ങിയിട്ടുണ്ട്. മാങ്ങയിട്ട് നല്ല എരിവിൽ മുളക് ചാറ് വെക്കാൻ പോവുകയാണ് കേട്ടോ. പച്ചമുളകില്ല, നമ്മുടെ മുളക് തൈയിൽ ഒരു പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഫസ്റ്റത്തെ മുളകാണ്, അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ദേ നിൽക്കണു നമ്മുടെ മുളക് തൈ. അതിലത് ഒരു മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ മുളകാണ്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇന്നത്തെ കറിയിലിടാനായിട്ട് ഈ ഒരെണ്ണം മതി. നമുക്ക് ഉള്ളിയും കൂടി വേണം. അപ്പോൾ ഉള്ളിയില്ല, ഞാനിവിടെ ഉള്ളി നട്ടിട്ടുണ്ട്. അതിൻ്റെ മുള ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാമേ. കട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അത് ഇവിടെ ഉണ്ട് കേട്ടോ, അതും കൂടി എടുക്കട്ടെ. അങ്ങനത്തെ ഉള്ളിയുടെ ആ നാമ്പും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളകായി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമാങ്ങ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയുടെ പൂവില്ലേ, ഉള്ളിപ്പൂവല്ല, ഉള്ളി എന്താ പറയാനെ, ഇതരിഞ്ഞിടാൻ പോവാണേ. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെനച്ച് പോയി, എന്നാലും നല്ല പുളിയുണ്ട്. പിന്നെ ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പാകത്തിന് വെള്ളം കൂടി വെച്ചെടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒരു കുഞ്ഞ് കഷ്ണം കുടംപുളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാട്ടെ. അങ്ങനെ ഇത് നമ്മുടെ പുതിയ ചട്ടിയിലെ ആദ്യത്തെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മത്തിക്കറിയും കൂട്ടി ഊണ് കഴിച്ചാലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.